ശ്രീ കെ സരൺകുമാർ, ആഭ്യന്തരം, കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, ജലവൈദ്യുതി എല്ലാ വകുപ്പുകൾക്കെതിരെയും വിമർശനം ബിജെപിയുടെയും കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നുണ്ട്. എല്ലാത്തിനും താങ്കളാണ് മറുപടി പറയുന്നത്. ഞാൻ പ്രത്യേകിച്ച് ചോദ്യം ചോദിക്കുന്നില്ല. അല്ല, ആര്യ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ ചർച്ചയിൽ 1/3 സമയം സംസാരിച്ച ജിൻഡോ, കോൺഗ്രസിന്റെ പ്രതിനിധി, ഞാൻ സാധാരണ പേര് പറയാറില്ല, കോൺഗ്രസിന്റെ പ്രതിനിധി, ബിജെപിക്കെതിരെ ഒരു വാക്ക് ഉച്ചരിച്ചോ? ഏതെങ്കിലും ഒരു വിമർശനം ഉച്ചരിച്ചോ? ഇല്ലല്ലോ. കൂടുതൽ സമയം സംസാരിച്ച കോൺഗ്രസിന്റെ ബിജെപിയുടെ പ്രതിനിധി ഏതെങ്കിലും ഒരു അക്ഷരമെങ്കിലും കോൺഗ്രസിനെതിരെ പറഞ്ഞോ? ആ സിനിമയിലെ ബിന്ദു എന്നോടാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ മറുപടി പറയുകയാണ്. അവരോട് ചോദിച്ച ചോദ്യങ്ങൾ അതാണ്. ഇപ്പം ജിൻഡോനോട് ഞാൻ ചോദിച്ചത് മന്ത്രിമാരെ കുറിച്ചാണ് ചോദിച്ചത്. അതേ ചോദ്യമാണ് ശ്രീ ഉല്ലാസ് ബാബുവിനോട് ഞാൻ ചോദിച്ചത്. അപ്പം അവിടെ ബിജെപി വരുന്നില്ല, മന്ത്രിമാരിപ്പോ ഇടതുപക്ഷത്തിനല്ലേ ഉള്ളൂ. ഇത് ശരിയല്ല. ഈ ബിജെപിയുടെ പ്രതിനിധി തുടർച്ചയായി 11 മിനിറ്റ് സംസാരിക്കുമ്പോഴും ഒരു വാക്കുപോലും മറച്ച് ചോദിക്കാതെ ചിരിച്ചുകൊണ്ടിരിക്കുക താങ്കൾ ചെയ്തേ. ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഈ പുട്ടിന് പീരയിടുന്ന പോലെ ഇടപെടൽ അത് വേണ്ട, അത് കൈവശം വെച്ചാൽ മതി. കാരണം അല്ലെങ്കിൽ പിന്നെ എന്നെ ചർച്ചയ്ക്ക് വിളിക്കരുത്. ഇത്രയും നേരം ഒരു ഇടപെടലും ഇല്ലാതെ ഇവർക്ക് പറയാൻ അവസരം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും താങ്കളുടെ അസഹിഷ്ണുത കൈവശം വെക്കേ, അവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞത് ഒരക്ഷരം ബിജെപി കോൺഗ്രസിനെതിരെയും കോൺഗ്രസ് ബിജെപിക്കെതിരെയും പറയാൻ 46 മിനിറ്റ് അതിജീവിച്ചിരിക്കുന്ന ഈ ചർച്ചയിൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ആധികാരികമായിട്ടാണ്. അവർ ചെയ്തിട്ടില്ല, അവർ ചെയ്യില്ല. കാരണം അവർക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം അത്തരത്തിലാണ് ഇവർ തമ്മിലുള്ള ഡീല്. ഇവരാക്രമിച്ചോട്ടെ LDFനെ. എത്ര നാളായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു? ഇപ്പൊ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 11 കൊല്ലമായിട്ട് അങ്ങനെ ആക്രമിക്കുക, നയാ പൈസ തരാതെ. ഇപ്പൊ വയബിലിറ്റി ഗ്യാപ് ഫണ്ട്, വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് ഇത്തരത്തിലുള്ള വൻകിട വികസന പ്രവർത്തനങ്ങൾ നടത്തിയാലും കേന്ദ്രം ഒരു സഹായം കൊടുക്കും, ആ പണം തിരിച്ചു കൊടുക്കേണ്ട. എന്നാൽ കേരളത്തിൽ നിന്ന് വയബിലിറ്റി ഗ്യാപ് ഫണ്ടായി വിഴിഞ്ഞം പദ്ധതിക്ക് തന്ന പണം തിരിച്ച് പലിശ സഹിതം മേടിക്കുക ഈ BJP. എന്നിട്ട് എന്തിയെ ഇപ്പൊ ഇവിടെ വന്നിട്ട് നമ്മളെ ആക്രമിക്കുക? ചൂരന്മല മുണ്ടക്കൈ 10ാം ദിവസം പ്രധാനമന്ത്രി വന്നില്ലേ? 2024 ഓഗസ്റ്റ് മാസം 10ാം തീയതി ഒരു കുട്ടിയെ എടുത്ത് ഉമ്മ വച്ച് റീല് നിർമ്മിച്ചിട്ട് പറഞ്ഞു പണത്തിന്റെ കുറവ് ഒരിക്കലും ഉണ്ടാകില്ല, അവിടെ പുനരധിവാസം ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞു പോയതാ. നയാ പൈസ തന്നോ മിസ്റ്റർ? നയാ പൈസ നേരത്തെ കമ്മിറ്റഡ് ആയിട്ടുള്ള കുറച്ച് പൈസ തന്നിട്ട്, അതും കേരളത്തിന് നേരത്തെ തരാൻ നിശ്ചയിച്ച പൈസ തന്നിട്ട് ഞങ്ങളെല്ലാം മലമറച്ചു എന്ന് പറഞ്ഞു പോയി. എവിടെയെങ്കിലും എത്രയോ കേന്ദ്ര അവഗണന. ഡൽഹിയിൽ പോയി സമരം നടത്തിയില്ലേ ഇടതുപക്ഷം? ഗവൺമെന്റ് പ്രതിനിധികൾ സമരം നടത്തിയില്ലേ? സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തിയില്ലേ? എന്താ സുപ്രീം കോടതി പറഞ്ഞേ? നിങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾ മുഴുവൻ കറക്റ്റ് ആണ്, ഭരണഘടനാ വിഷയമാണ്, ഞങ്ങൾ സുപ്രീം കോടതി ഇത് പരിശോധിക്കും. ഇപ്പൊ കേസ് നിൽക്കുകയാ. ഏത് രംഗത്താ നിങ്ങൾ കേരളത്തെ സഹായിച്ചേ? ഇവിടെ പ്രളയകാലത്ത് അങ്ങ് വന്ന കേന്ദ്ര സഹായം നിങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്തില്ലേ? നയാ പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞില്ലേ? ഇപ്പോഴിതാ മറ്റു സംസ്ഥാനങ്ങളിൽ പ്രളയം ഉണ്ടായപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ പോളിസി മാറ്റി കേന്ദ്ര സഹായം ആയിക്കോട്ടെ എന്ന്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച്, ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള കേരളത്തിന്റെ ആനുകൂല്യങ്ങൾ തട്ടിത്തെറിപ്പിച്ച് നിങ്ങൾ ഈ കേരളത്തെ അങ്ങ് ഞെരിച്ച് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചില്ലേ? ഇപ്പൊ ദേശീയപാത, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇതുപോലെ ദേശീയപാതയ്ക്ക് സംസ്ഥാന ഗവൺമെന്റ് പണം മുടക്കി ഭൂമി ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടായോ? പിന്നീട് നിയമത്തിലൊക്കെ മാറ്റം വന്നു. അങ്ങനെ ഏതെങ്കിലും ഞങ്ങൾ ഈ കേരളത്തിന് വേണ്ടി ചെയ്തു എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? എന്നിട്ട് നിങ്ങൾ പറയാ ക്രമസമാധാനം തകർന്ന് തരിപ്പണമായി, മയക്കുമരുന്ന്, മദ്യം മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടൊന്ന് എടുത്ത് താരതമ്യപ്പെടുത്തി നോക്ക്. നിങ്ങൾ ക്രമസമാധാന രംഗത്ത് 1ാം സ്ഥാനം ഈ കേരളത്തിന് നിങ്ങൾ തന്നത് നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് തന്ന സമ്മാനമാണ്, അതുപോലെ അവാർഡാണ്. അതുപോലെ നിങ്ങൾ പറഞ്ഞു ചിഞ്ചു റാണി, കോൺഗ്രസ് പ്രതിനിധിയും പറയുന്നു, BJP പ്രതിനിധിയും പറയുന്നു, മന്ത്രി ചിഞ്ചു റാണി അങ്ങ് പത്രസമ്മേളനം നടത്തിയത് 5 രൂപ കൂട്ടി എന്ന് പറയാനാ. 993 രൂപ ഗ്യാസിന് വില കൂട്ടിയിട്ട് സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാർ, ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുക. 1/3 ആകെ 2000 ഉള്ളൂ, അത് 3000 ആക്കിയിട്ട് വന്നിരുന്നിട്ടാണ് പറയുന്നത് അവിടെ 5 രൂപ കൂട്ടി, 2 രൂപ കൂട്ടി. ഓരോ രംഗം എടുത്ത് പരിശോധിക്ക്. സ്പോർട്സ് രംഗമൊക്കെ ഇവിടെ പരാമർശിച്ചു. നിങ്ങൾ പറയുന്നതിന് വസ്തുത എന്താ? ഏത് രംഗത്താണ് കേന്ദ്രം എന്തെങ്കിലും ഈ കേരളത്തിന് വേണ്ടി ചെയ്തത്? ഈ രംഗത്തുമെല്ലാം അതിശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൻ്റെതായിട്ടുള്ള മോഡൽ ഉയർത്തിപ്പിടിച്ചിട്ടാണ് കേരളം നിലനിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള നുണപ്രചരണം ഒക്കെ നടത്തി. ഇതിനു മുമ്പ് നടത്തിയല്ലോ. 2021 എന്താ നിങ്ങൾ നടത്തിയേ? ഇതൊക്കെ നിങ്ങൾ നടത്തിയല്ലോ. എന്നിട്ട് എന്താ? ഞങ്ങൾ 91 നിന്ന് 99 സീറ്റായിട്ട് മാറി. ഇപ്പൊ കോൺഗ്രസ് പ്രതിനിധി പറയാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടില്ലേ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കണ്ടില്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വെറും 18 നിയമസഭാ സീറ്റിലാണ് ലീഡ് ചെയ്തേ. അന്ന് ഒരു കൊല്ലം കഴിഞ്ഞ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ 18 നിന്ന് 58 മാറി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ സീറ്റിൽ ലീഡ് ചെയ്തതാ BJP. അത് കുറഞ്ഞ് 2 മാറി.
ഞങ്ങൾക്ക് 58-ൽ നിന്ന് 70 ആകാൻ അധികം വ്യത്യാസമൊന്നും വേണ്ട, അധികം വോട്ടും വേണ്ട. കാരണം LDF-ഉം UDF-ഉം തമ്മിലുള്ള വോട്ട് വ്യത്യാസം വെറും 7 ലക്ഷം മാത്രമാണ്. അതിൽ 6,90,000 മലപ്പുറം ജില്ലയിൽ മാത്രമാണ്. ആ ജില്ല വിട്ട ബാക്കിയുണ്ടല്ലോ 11 ജില്ല. അതുകൊണ്ട് ഇവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ കുറെ നാളുകളായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളാണ്. വിദ്യാർത്ഥികളുമായി ഉന്നത വിദ്യാഭ്യാസ മേഖല നിങ്ങളത് എന്താ ഈ കേരളത്തിന്റെ സാമൂഹിക യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ തവണ അഡ്മിഷന് വേണ്ടി അപേക്ഷിച്ച വിദേശ വിദ്യാർത്ഥികൾ 2620 ആണ്. കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ ഈ തവണ അഡ്മിഷന് വേണ്ടി അപേക്ഷിച്ചത് 1579 വിദേശ വിദ്യാർത്ഥികളാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി നമ്മുടെ നാട് മാറി. അതുപോലെ PSC നിയമനം, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ PSC നിയമനം നടക്കുന്ന സംസ്ഥാനം ഈ കൊച്ചി കേരളമല്ലേ? ഈ കേരളത്തിലെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പട്ടയം വിതരണം ചെയ്ത സംസ്ഥാനം ഈ കേരളമല്ലേ? ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അടച്ചുറപ്പുള്ള വീട് കൊടുത്ത സംസ്ഥാനം കേരളമല്ലേ? ഒരു ദിവസം 87 പേർക്ക് സർക്കാർ നിയമനം കൊടുക്കുന്നു. ഒരു ദിവസം 133 പേർക്ക് വീട് കൊടുക്കുന്നു. ഒരു ദിവസം 120 പേർക്ക് പട്ടയം കൊടുക്കുന്നു. എന്നിട്ട് പറയുകയാണ് റോഡുകൾ എന്താ പറഞ്ഞത്? ആക്സിൽ ഒടിഞ്ഞ്, വടിയൊടിഞ്ഞ്, കൊടയൊടിഞ്ഞ്. നിങ്ങൾ ഏത് സംസ്ഥാനത്തെ കുറിച്ചായി പറയുന്നത്? 60% റോഡുകളും BMBC ആക്കി മാറ്റി. അതുപോലെ തന്നെ റോഡ് വികസനത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ മാറ്റിവെച്ചൊരു ഗവൺമെന്റ്. തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ജലമെട്രോ, AI ക്യാമറ, ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കുന്ന K-ഫോൺ, അതുപോലെ 55,000 ക്ലാസ് മുറികൾ ഹൈടെക് ആയി മാറിയത്, ആശുപത്രിയിലെ മഹാകെട്ടിടങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉറപ്പുവരുത്തി എല്ലാ സ്ഥാനത്തും ഞങ്ങൾ ഒന്നാമതെത്തി എന്ന് പറയുന്നത് കൃത്യമായി ഈ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടാണ്. പ്രകടന പത്രികയിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടാണ്. ആ സമയത്താണ് കേന്ദ്ര അവഗണനയുടെ പേര് പറഞ്ഞ് എല്ലാ രംഗത്തും ഈ കേരളത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയവർ പറയുക ഈ കേരളം നോക്കൂ അത് ഇത്. എന്നിട്ട് എന്തിയെ 11 സീറ്റിൽ ലീഡ് ചെയ്ത നിങ്ങൾ 2 സീറ്റിലേക്ക് മാറിയത്? എന്തായി? 1 സീറ്റിലേക്ക് ഉയർന്ന നിങ്ങൾ നേമത്ത് ജയിച്ച ആ അക്കൗണ്ട് പൂട്ടുന്ന സാഹചര്യം ഉണ്ടായത്? നിങ്ങൾക്ക് എന്താണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയ മൂവ്മെന്റ് ഇവിടെ ഉണ്ടാക്കാൻ കഴിയാത്തത്? നിങ്ങൾ പറയുന്നത് കള്ളമാണ്. നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളം തന്നെയാണ്. പിന്നെ ആക്രമിക്കുന്നത് നിങ്ങൾക്ക് ഒരു നേതാവല്ലേ ഉള്ളൂ, ഒരു നേതാവ്. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു രീതിയുണ്ട്. ഒരു നേതാവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടാറില്ല. പക്ഷെ ഞങ്ങളുടെ മുഖ്യമന്ത്രി 10 വർഷമായി മുഖ്യമന്ത്രി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചർച്ചയാക്കും. അത് ഞങ്ങളുടെ കടമയാണ്. അതുപോലെ തെരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം നടക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ നേരത്തെ ആശങ്കപ്പെടാറില്ല. അപ്പൊ പറയുന്നു ഇതൊക്കെ ജനാധിപത്യത്തിന്റെ മനോഹാരിതയാണ്, അത് കോൺഗ്രസിന് സ്വന്തമാണ് എന്ന്. ആയിക്കോട്ടെ, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ദേശീയ ദിനപത്രം വരെ ഇന്ന് എഡിറ്റോറിയൽ എഴുതിയ വാചകങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം വച്ചുകൊണ്ടാണ് നിങ്ങൾ ജയിച്ചു കയറാൻ പോകുന്നത് എന്ന് വിചാരിച്ചാൽ അത് 1.5 ദിവസത്തിന് ശേഷം നമുക്ക് കാണാൻ കഴിയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുക, അത് കൃത്യമായി ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തുക. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ കോൺഗ്രസ് ചൂരമല മുണ്ടക്കൈയിൽ ഇട്ട ആ കല്ലിന് മേൽ ഒരു കല്ല് വയ്ക്കാൻ ഇവർക്ക് കഴിഞ്ഞോ? ഒരു ബിൽഡിംഗ് പെർമിറ്റ് അപേക്ഷ കൊടുത്ത് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മേടിക്കാൻ ഇവർക്ക് കഴിഞ്ഞോ? മാതൃകാ ടൗൺഷിപ്പിൽ എന്ന് പറയുന്നു, എന്നിട്ട് അല്ല ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്നു, 50 വീടെന്ന് പറയുന്നു, 100 വീടെന്ന് പറയുന്നു. കോൺഗ്രസിന്റെ വീട്, രാഹുൽ ഗാന്ധിയുടെ വീട്, യൂത്ത് കോൺഗ്രസിന്റെ വീട്, 230 വീടിന് ഒരു വീടിന് മാത്രം അപേക്ഷ, മാതൃകാ വീടിന് അപേക്ഷ കൊടുത്തിട്ട് അവസാനിപ്പിച്ചു. ഇവിടെ ആ കല്ലിട്ട കല്ല് ആന ചവിട്ടി കളഞ്ഞിട്ടുണ്ടാകും. ഏതെങ്കിലും ആപ്പ് കോടികൾ ഒന്നുമില്ല എന്നിട്ടാണ് പറയുന്നത് എല്ലാം ഈ ഗവൺമെന്റിന്റെ കുഴപ്പമാണ്, ഗവൺമെന്റിന്റെ കുഴപ്പം. നിങ്ങൾ ആക്ഷേപങ്ങളുടെ പുറകെ പൊക്കോ. ഞങ്ങൾ ജനങ്ങളുടെ ജീവിതാഭിലാഷങ്ങൾ ഓരോന്നായി പൂർത്തീകരിച്ച് ജനങ്ങളോടൊപ്പം നിൽക്കും. അതുകൊണ്ട് ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കും. ഞങ്ങൾ ഭരണ തുടർച്ചയിലേക്ക് കടന്നു വരും.